ഞങ്ങൾ രാമേശ്വരം, ധനുഷ്കോടി, പാമ്പിൻ പാലം ഇങ്ങനെ ഇത് മൂന്നും കാണാൻ വേണ്ടിയിട്ട് രാമേശ്വരം പോകാമെന്ന് വിചാരിച്ചു. ചെറുപ്പത്തിൽ തന്നെ മനസ്സിൽ പതിഞ്ഞ ഒരു സ്ഥലമായിരുന്നു രാമേശ്വരം, ധനുഷ്കോടി, പാമ്പിൻ പാലമൊക്കെ. കേരളത്തിൽ നിന്നും വളരെ ദൂരമുണ്ട്. നമ്മുടെ അവിടെ നിന്നും 360-50 കിലോമീറ്റർ ദൂരമുണ്ട്. അതുകൊണ്ട് നമ്മൾ സന്ധ്യ കഴിഞ്ഞപ്പോൾ തന്നെ പുറപ്പെട്ടു. പല സ്ഥലങ്ങളിൽ നിന്ന് യാത്രയായി. പക്ഷേ നമ്മൾ രാവിലെ എത്തി. അപ്പം നോക്കുമ്പോൾ നല്ല പ്രകൃതിപരമായ കാറ്റും കുളിർമയും, കാറിൻ്റെ ഗ്ലാസ് തുറന്നിട്ട് നമ്മൾ വളരെ ദൂരം ആ കാറ്റും കൊണ്ട് അങ്ങനെ യാത്രയായി. എന്നിട്ടും യാത്രയായെങ്കിലും നമുക്ക് എത്താൻ പറ്റിയില്ല. അവസാനം നമ്മൾ സന്ധ്യയ്ക്ക് മുമ്പേ എത്തുമോ എന്നുള്ളൊരു ഭീതിയായി. എങ്ങനെയായാലും ശരി, ഒരു 1.5-2 മണിക്കുള്ളിൽ നമ്മൾ ഈ രാമേശ്വരം എത്താൻ പക്ഷേ വിഷമം നമ്മളെ തീണ്ടിയില്ല. കാര്യം അത്ര പ്രകൃതി ഭംഗിയായിട്ടുള്ള സ്ഥലവും എല്ലാം കണ്ട് അങ്ങനെ എത്തുന്നതിലുള്ള ഒരു ആകാംക്ഷയായിരുന്നു. ഇപ്പോഴെത്തും എന്നുള്ള പൊയ്ക്കൊണ്ടേയിരുന്നു. എവിടെയാണ് ഇനി ഈ രാമേശ്വരം എന്നും പറഞ്ഞ് തന്നെ യാത്രയിലിങ്ങനെ പോകാനും കാണാനും ഉള്ള ഒരു ആകാംക്ഷ. പക്ഷേ പിന്നെ നല്ല കാറ്റും ഉള്ള മുള്ളിൻ്റെ മരങ്ങളും ഒക്കെ ആയിരുന്നു. പിന്നെ അവിടെ ഒരു കടയിലിറങ്ങി നമ്മൾ ചായയൊക്കെ കുടിച്ചു. പിന്നെയും നമ്മൾ യാത്ര തിരിച്ചു. ആഹാ, ഇതാ നമ്മൾ രാമേശ്വരത്തെത്തിക്കഴിഞ്ഞു. ഇന്ത്യയിലെ തെക്ക് കിഴക്കായി കിടക്കുന്ന ഒരു പട്ടണമാണ് രാമേശ്വരം. ശ്രീലങ്കയിലെ തലമന്നാറിന് ഏകദേശം 18 കിലോമീറ്റർ ദൂരത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ പട്ടണത്തിൽ സ്കൂള്, പോസ്റ്റ് ഓഫീസ്, പള്ളി, റെയിൽവേ സ്റ്റേഷൻ എന്നിങ്ങനെ പല രീതിയിലുള്ള എല്ലാ സ്ഥാപനങ്ങളും ഉണ്ടായിരുന്നു. അന്നത്തെ ആ സമയത്ത് ആണ് ഇത് നശിക്കപ്പെട്ടിരുന്നത്. 1964 ഭയങ്കരമായ ചുഴലിക്കാറ്റിൽപ്പെട്ട് എല്ലാ സ്ഥലങ്ങളും നശിക്കപ്പെട്ടു. പട്ടണമാകെ നശിച്ചു. ആളുകൾ വെള്ളത്തിനടിയിൽ കുറേ പേർ മുങ്ങി മരിക്കുകയായിരുന്നു. വൻകരയുമായി ഈ ദ്വീപിനെ ബന്ധിക്കുന്നത് ഈ പാമ്പിൻ പാലമാണ്. 18 കിലോമീറ്ററാണ് രാമേശ്വരത്ത് നിന്നും ധനുഷ്കോടിയിലേക്ക് ഉള്ളത്. ഇപ്പോഴുള്ളവരുടെ ജീവിതം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പാവം, കരണ്ടും വെള്ളവും ഒന്നുമില്ലാതെ ആളുകൾ എന്നും ജീവിക്കുന്നു അവിടെ. തിരിച്ചു വന്നവർ യാതൊരു സമ്പാദ്യവുമില്ല. എങ്ങനെയോ അവർ കഷ്ടപ്പാടിൻ്റെ ദുരന്തത്തിൽപ്പെട്ട് അവർ ചിരിച്ചുകൊണ്ട് അവരുടെ കച്ചവടങ്ങൾ, ചെറിയ സ്റ്റാളുകൾ എന്നൊക്കെ കിട്ടിയിട്ട് ഇങ്ങനെ ആ വെയിലത്ത് അവിടെ ഒരു മരം പോലും വയ്ക്കാനുള്ള സൗകര്യം ഇല്ലാത്ത കണക്കാണ്. ഒരു കുടിവെള്ളം തന്നെ കിട്ടാൻ ഭയങ്കര പാടാണ്. എന്നാലും ആളുകൾ അവിടെ സന്തോഷമായിട്ട് അവിടെ ജീവിക്കുന്നവർ മത്സ്യം കച്ചവടം ചെയ്തിട്ട് ജീവിക്കുന്നുണ്ട് ആൾക്കാർ. അവർ ചിരിച്ചും കൊണ്ടാണ് അവരുടെ ഉൽപ്പന്നങ്ങളെല്ലാം വിറ്റ് അഴിക്കുന്നത്. അവരുടെ ഇടയിലേക്ക് നമ്മളൊന്ന് ചെല്ലുമ്പോൾ സാധനങ്ങൾ മേടിക്കാൻ നമ്മൾ മടിക്കുന്നു. പക്ഷേ അവരുടെ ജീവിതം ഒന്നും ഓർത്ത് നോക്കിയാൽ ഇന്നും ഭയങ്കര സങ്കടത്തിലാണ്. ഒരു ഭയങ്കര മരണമായി പോയ അവശിഷ്ടങ്ങൾ ഇന്നും അവിടെ അങ്ങനെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. നശിച്ചിരിക്കുന്ന ഈ പട്ടണത്തിൽ മനുഷ്യവാസത്തിന് അനുയോജ്യമല്ല എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇനിയും ഇവിടെ പലതും വരാനുണ്ട്. എങ്കിലും അത് യാതൊരു വിധത്തിലും പുരോഗമിക്കുമെന്നോ നമുക്ക് പറയാൻ പറ്റില്ല. കെട്ടിടങ്ങളോ പള്ളിക്കൂടങ്ങളോ യാതൊന്നും ഇവിടെ വീണ്ടും ഉണ്ടാക്കിയിട്ടില്ല. ഒരു ടൂറിസ്റ്റുകൾ വന്നാലുള്ള ഒരു തങ്ങുന്നതിനുള്ള ഒരു സൗകര്യങ്ങളോ നല്ലൊരു റെസ്റ്റോറൻറ്റോ ഒന്നും ഇവിടെ പണിതുയർത്തിയിട്ടില്ല. ഭയങ്കരമായ വെയിലും ആണ്. ഗവൺമെൻറ് അതും കൂടി ചെയ്തിരുന്നെങ്കിൽ നന്നായിരിക്കുമായിരുന്നു. കാരണം ഈ ചരിത്രപ്രധാനമായ ഈ സ്ഥാപനം നശിക്കാതെ നന്നായി കിടക്കുമായിരുന്നു. ഒരുപാട് ടൂറിസ്റ്റുകളും കാണാൻ വരുന്നതും. ഇത് പിന്നെ ഒരു പഴയ പുരാതന കാലത്തെ ഉള്ള തീർത്ഥാടക കേന്ദ്രവും കൂടി ആണ് ഇത്. എന്ന് വെച്ചാൽ സീതയെ രാവണൻ കട്ടുകൊണ്ട് പോയ സമയത്ത് രാമൻ രക്ഷിക്കാൻ വേണ്ടി പോയത് ഇവിടെ നിന്നും ആണെന്നാണ് ചരിത്രം പറയുന്നത്. ഇന്ത്യയും ശ്രീലങ്കയുമായിട്ടുള്ള ഒരു ഗതാഗത മാർഗത്തിന് ഒരു പ്രധാന കണ്ണികയായിരുന്നു ഈ തുറമുഖം. മത്സ്യ വ്യവസായമാണ് ഇവിടെ അധികവും ചെയ്തു വന്നിരുന്നത്. ഹിന്ദുക്കളുടെ ഒരു പുണ്യ തീർത്ഥാടന കേന്ദ്രവും കൂടിയായിരുന്നു. അതിനാൽ ടൂറിസ്റ്റുകൾ ധാരാളം വരുന്നുണ്ട്. തീർത്ഥാടനത്തിനായിട്ടും അധികം ആൾക്കാരും ഇവിടെ വന്ന് തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിച്ചു പോകുന്നുണ്ട്. പറഞ്ഞുവല്ലോ, ഇവിടെ വന്നിട്ട് 18 കിലോമീറ്റർ ദൂരമേ ഉള്ളെങ്കിൽ ശ്രീലങ്കയിലേക്ക്
നമുക്ക് പോകാൻ. അപ്പം ഈ റെയിൽവേ ഇവിടെ നിന്നും കെട്ടിപ്പടുത്തിട്ടുള്ള റെയിൽവേ വഴി പോകാൻ സാധിക്കും. അന്നത്തെ കാലത്തെ ശ്രീലങ്ക കൊളംബോ വരെ ഒരേ ഒരു ടിക്കറ്റ് കൊണ്ട് നമുക്ക് യാത്ര ചെയ്ത് തിരിച്ചു വരാം എന്നായിരുന്നു പറയപ്പെടുന്നത്. ഭയങ്കര വെയിലാണ് എങ്കിലും നല്ല കാറ്റുണ്ട്. പക്ഷേ ആൾക്കാരെല്ലാവരും ഇറങ്ങി അങ്ങ് അറ്റം വരെ കടലിൻ്റെ ആ സൈഡ് ലാസ്റ്റ് വരെയും പോകുന്നുണ്ട് എല്ലാവരും. എന്ന് വെച്ചാൽ കാണാൻ അത്ര നല്ല ഭംഗിയാണ്. നീല കളറിലുള്ള വെള്ളവും കാണാനൊരു കൗതുകമാണ്. പക്ഷേ നമുക്ക് അവിടെ ഇറങ്ങി പോകാൻ തോന്നിയില്ല. കാരണം ചൂട് കാരണം നമ്മൾ വെന്തിങ്ങനെ ഉരുവുന്നത് പോലെ തോന്നി. അത് കാരണം നമ്മൾ ഇവിടെ നിന്ന് കണ്ടത് മാത്രമേ ഉള്ളൂ. ഇനി അങ്ങോട്ടിറങ്ങി നമുക്ക് ആ വെയിലത്ത് പോയി നിൽക്കാൻ പറ്റുന്നില്ല. അങ്ങനെ നമ്മൾ തിരിച്ച് അവിടെ കുറച്ചു നേരം നിന്നിട്ട് ഒരു സ്റ്റാളിൻ്റെ ഇടയിൽ കയറി നമ്മൾ നിന്ന് നോക്കി. പിന്നെ അതിന് ശേഷം നമുക്ക് മതി, ഇനി നമുക്ക് തിരിച്ചു പോകാം എന്നും പറഞ്ഞു. പിന്നെ രാത്രിയിൽ നമ്മൾ അവിടെ തങ്ങാൻ ലോഡ്ജൊന്നും ഇല്ലാത്തത് കാരണം അവിടെ തങ്ങിയതുമില്ല. തിരിച്ച് അതേ വഴി തന്നെ നമ്മൾ തിരിച്ചു നാട്ടിലേക്ക് തിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ ഇത്രയും സ്ഥലങ്ങളെല്ലാം നല്ലതുപോലെ നമുക്ക് കാണാൻ പറ്റി. പിന്നെ സന്ധ്യയായില്ല. പിന്നെ സന്ധ്യയ്ക്ക് മുമ്പേ ഇറങ്ങി നമ്മൾ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ തിരിച്ച് ഇതെല്ലാം കണ്ട് ആൾക്കാർ കണ്ടില്ലേ, എത്ര ആൾക്കാർ ഉണ്ട്. തിരക്കുമായിട്ടില്ല, എന്നാലും ആളുകൾ വരുന്നതും പോകുന്നതും നമ്മൾ അറിയുന്നില്ല, വെയിലിൻ്റെ ചൂടും. അപ്പോൾ ഇനി നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഈ കോദണ്ഡ രാമ ക്ഷേത്രമുണ്ട്. അപ്പോൾ അവിടെ നല്ല മരവും ഇതുമൊക്കെ ഉണ്ട്. അവിടെ നമ്മൾ അങ്ങോട്ട് തിരിച്ചു പോകുന്ന വഴിക്ക് തന്നെ ഈ പാമ്പിൻ പാലവും നമുക്ക് കാണാനും കഴിയും. വളരെ നീളമുള്ള ഒരു പാലമാണ് ഈ പാമ്പിൻ പാലവും. തിരിച്ച് നമ്മൾ അത്രയും ദൂരം നടന്ന് തന്നെയാണ് പോയത്. കാരണം ഇങ്ങ് അറ്റത്തേക്കൊന്നും കാറുകളൊന്നും കടത്തി വിടലില്ല. അപ്പോൾ വരുന്നവർ ആ പാമ്പൻ പാലത്തിൻ്റെ ആ സൈഡിൽ ഇറങ്ങിയിട്ട് പിന്നെ അവിടെ നിന്നും നമ്മൾ നടന്ന് തന്നെ ഇത്രയും ദൂരം വരണം. അല്ലാതെ കാറുകൾ ഇങ്ങോട്ട് കടത്തി വിടത്തില്ല. പിന്നെ ഇതിപ്പം പുതിയ പാലം കെട്ടിയത് കൊണ്ട് അതിൻ്റെ ഓപ്പണിങ്ങും ഒക്കെ ഒന്നും ആയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ ഒട്ടും അങ്ങോട്ട് നമ്മളെ കടത്തി വിടാൻ സമ്മതിച്ചിട്ടും ഇല്ല. അങ്ങനെ പിന്നെ നമ്മൾ തിരിച്ച് പോയി ഈ രാമക്ഷേത്രം കൂടി കണ്ടിട്ട് തിരിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വണ്ടി അങ്ങോട്ട് തന്നെ വിട്ട് ഈ കോദണ്ഡ രാമ കോവിൽ കാണാൻ വേണ്ടിയിട്ട് പോയി. ഏതിനും നമുക്കൊരു സന്തോഷമായിരുന്നു. കാരണം നമുക്ക് ഇത്രയും ദൂരം വന്ന് ഇത് കാണാൻ പറ്റുമോ എന്ന് നമുക്ക് സാധിച്ചില്ല. ഇതാണ് കോദണ്ഡ രാമ കോവിൽ എന്ന് പറയുന്നത്. അവിടെ ഒരു മരവും എല്ലാം ഉണ്ട്. ഇതൊരു തുരുത്തു പോലെയാണ്. അപ്പം അത് കാരണം പിന്നെ അപ്പുറത്തെ സൈഡും ഇപ്പുറത്തെ സൈഡും ഒക്കെ കടലാണ്. ഈ കടലിൽ മത്സ്യത്തൊഴിലാളികൾ മീൻ പിടിക്കുന്നു ഉണ്ട്. അപ്പോൾ എന്തായാലും ഇതും കൂടി നമുക്ക് കാണാം. പിന്നെ ചൂട് കാരണം നമുക്ക് ആർക്കും ഇറങ്ങി നിന്ന് ചുറ്റി കാണാനായിട്ട് നമുക്ക് തോന്നിയില്ല. എല്ലാവരും ക്ഷീണിച്ചു, പിന്നെ തളർന്ന കണക്കായി. പിന്നെ കൊണ്ടുവന്ന വെള്ളവും തീർന്നു. അപ്പോഴും നമ്മൾ വിചാരിച്ച് അവിടെയാണ് പിന്നെ കോദണ്ഡരാമ കോവിൽ. അപ്പോൾ അതും ഇനി കാണാൻ പോകാം. അപ്പോൾ അങ്ങനെ അത് കാണാൻ പോയിക്കൊണ്ടിരുന്നപ്പോൾ എന്നാൽ ശരി, നമുക്ക് ഇറങ്ങി ഒന്നും കാണണ്ട, അതിന് ചുറ്റും ഒന്ന് കാറിലിരുന്ന് തന്നെ ഒന്ന് ചുറ്റി കാണാം എന്ന് വിചാരിച്ചിട്ട് കാറിലിരുന്ന് തന്നെ ഞങ്ങൾ ചുറ്റി കണ്ട്. അവിടെ ഒരു മരം എന്തായാലും ഉണ്ട്. ഒരു മരം, വേറെ ചെറിയ മരങ്ങളും ഒക്കെ കുറച്ച് നല്ല തണലും ഉണ്ട്. അങ്ങനെ അതെല്ലാം നമ്മൾ ചുറ്റി കണ്ടു. പിന്നെ പഴയ പ്രസിഡൻറ്റ് അവരുടെ അബ്ദുൽ കലാം അവരുടെ വീടും ഒക്കെ കാണാൻ സാധിച്ചു. അതിനും ഒരു സന്തോഷമുണ്ടായി. അങ്ങനെ അതുമെല്ലാം നമ്മൾ കണ്ടിട്ട് വരുന്ന വഴിയിൽ ഈ വഴിയിലാണ് മ്യൂസിയം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എന്നാൽ അതും ഇനി ഒന്ന് കാണാൻ പോകാമെന്നും പറഞ്ഞ് അങ്ങനെ മ്യൂസിയത്തിൻ്റെ അടുത്ത് നമ്മൾ ചെന്നു. അവിടെ കുറച്ച് നേരം നമ്മൾ വിശ്രമിച്ചിട്ട് മ്യൂസിയത്തിനകത്തേക്ക് പോയി.
പിന്നെ ക്യാമറയൊന്നും കൊണ്ടുപോകാനോ വീഡിയോ എടുക്കാനോ ഒന്നും പറ്റില്ല. അപ്പോൾ അതെല്ലാം നമ്മൾ പുറത്ത് വെച്ചിട്ട് മ്യൂസിയത്തിനകത്ത് കയറി കാണാൻ സാധിച്ചു. നല്ല തണുപ്പും ഒക്കെ ആയിരുന്നു. അങ്ങനെ അവിടെ നമ്മൾ കുറേ നേരം പതുക്കനെ നടന്നു പോയി എല്ലാം സാവകാശം ചുറ്റി കറങ്ങി കണ്ട് കുറേ നേരം ചിലവഴിച്ചിട്ട് ശരി എന്നാൽ പിന്നെ ഇനി പോകാം, സന്ധ്യയ്ക്ക് മുമ്പ് തിരിച്ച് നമുക്ക് പോകാം, എവിടെയെങ്കിലും പോയി റൂം എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു നാട്ടിലേക്ക് തിരിക്കുകയായി. അപ്പോൾ പോകുന്ന വഴി ഏതെങ്കിലും നല്ല സ്ഥലമുണ്ടെങ്കിൽ അവിടെ നിർത്തിയിട്ട് ഒന്ന് വിശ്രമിച്ചിട്ടൊക്കെ പോകാമെന്ന് നമ്മൾ കരുതി ഇക്കൊണ്ട് ശരി മതി, ഇനി എല്ലാം ചുറ്റി കണ്ടത് മതിയാക്കാം എന്നിങ്ങനെ വിചാരിച്ചു. അങ്ങനെ യാത്രയിൽ വീണ്ടും യാത്രയായി, ഒരു ഭയങ്കര യാത്രയായി തന്നെ തീർന്നു. യാത്ര ചെയ്തു അവസാനം ഞങ്ങൾ മടുത്തു. അങ്ങനെ ഒരു മരത്തിൻ്റെ തണലിലിരിപ്പായി. എന്തായാലും നല്ല ഒരു യാത്രയായിരുന്നു. ഇനി എവിടെ യാത്ര ചെയ്യണമെന്നുള്ള ആ വിചാരം തന്നെ മടുത്തു. അടുത്തത് പാമ്പിൻ പാലമാണ്. എന്നാൽ അപ്പോൾ തിരിച്ചു പോകുന്ന വഴി എന്തായാലും ഈ പാമ്പിൻ പാലത്തിൽ കൂടി വേണം നമുക്ക് പോകാൻ. ആദ്യം വന്നതും ഈ പാമ്പിൻ പാലത്തിൽ കൂടി തന്നെയാണ്. അപ്പം ഈ തിരിച്ചു പോകുമ്പോഴും ഇതേ വഴി തന്നെയാണ് നമുക്ക് പോകേണ്ടതും. അപ്പോൾ ഈ പാമ്പിൻ പാലത്തിൽ കൂടി പോകുന്ന സമയത്ത് ഇത് പുതിയതായി കെട്ടിയ പാമ്പിൻ പാലമാണ്. മറ്റേത് പഴയ പാലം. അപ്പം ആ പഴയ പാലം കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ട്രെയിൻ വന്ന് പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. പിന്നെ ഇത് കപ്പലുകൾ വരുമ്പോൾ ഈ പാലത്തിൻ്റെ വഴി തുറന്നു കൊടുക്കും. കപ്പലുകൾ അപ്പോൾ അതിൽ കൂടി മറു സൈഡിലേക്ക് പോകുകയും ചെയ്യും. പിന്നെ ട്രെയിൻ പോകുന്നതും നമുക്ക് കാണാം. നമ്മൾ വരുന്ന സമയത്ത് ട്രെയിൻ വന്നിട്ടില്ലായിരുന്നു, വരുന്നതേ ഉള്ളെന്ന് പറഞ്ഞു. പിന്നെ അധികം ആ സൈഡിലൊക്കെ നിന്നിങ്ങനെ നോക്കിക്കൊണ്ട് വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കാൻ വയ്യ. കാര്യം അത്ര വലിയ വെയിലിൻ്റെ ചൂടാണ്. അപ്പം വെയിൽ കൊണ്ട് തന്നെ നമ്മളൊക്കെ തളർന്നു പോകും. അത് കാരണം നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നതാണ്ട്. ഇതാണ് ട്രെയിൻ പോകുന്ന പാലം. അതും കാണാൻ നമുക്ക് സാധിച്ചു. അങ്ങനെ എല്ലാം കാണാനും സന്തോഷിക്കാനും ഒക്കെ സാധിച്ചു. എങ്കിലും ഈ വെയിലിൻ്റെ ചൂട് കാരണം നമുക്ക് അവിടെ നിൽക്കാൻ തന്നെ മനസ്സ് തോന്നുന്നില്ലായിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ ചൂട് കൊണ്ട് ഉരുവി പോകുന്ന കണക്കുള്ള ചൂടായിരുന്നു. അപ്പോഴേ എന്തായാലും അങ്ങനെ നമ്മൾ യാത്ര വീണ്ടും നമ്മൾ തിരിച്ചു നാട്ടിലേക്ക് തന്നെ. അങ്ങനെ നല്ല ഒരു സന്ദർഭമായിരുന്നു. ഇനി നമുക്കിതുപോലെ വീണ്ടും ഇതുപോലെ ചുറ്റിക്കറങ്ങാൻ ഇടയാവട്ടെ എന്ന് വിചാരിക്കുകയാണ്. കാര്യം അപ്പോഴത്തേക്ക് കുറച്ചും കൂടി പുരോഗതി ഉണ്ടാവും. പിന്നെ മരങ്ങളോ തണലുകളോ പിന്നെ വെള്ളം കുടിക്കാനുള്ള ഭക്ഷണശാലകളോ എന്തെങ്കിലുമൊക്കെ അവിടെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഭാവിയിൽ ഒരു 4-10 വർഷത്തിനകം എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവപ്പെടുമെന്ന് വിചാരിക്കുന്നു. കാര്യം ഇത്രയും കെട്ടിയ ഗവൺമെൻറ് ഇനിയും ഇതിന് ഒരു പുരോഗതി ഉണ്ടാക്കും എന്ന് നമ്മൾ കരുതട്ടെ. അങ്ങനെ തന്നെ ഭാവിയിൽ ആവുകയും ചെയ്യട്ടെ എന്ന് നമ്മൾ കരുതി യാത്രയായി. വഴിയിൽ നമ്മൾ ഇടയ്ക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് ഇടയ്ക്ക് നിർത്തി ഭക്ഷണം കഴിക്കുകയും വഴിയിൽ റെസ്റ്റ് എടുക്കുകയും ചെയ്തിട്ടാണ് പിന്നെയും നമ്മൾ അങ്ങോട്ട് യാത്ര തുടർന്ന് വീട്ടിൽ എത്തിയപ്പോൾ തന്നെ വീണ്ടും സന്ധ്യയായി. പോയതുപോലെ തന്നെ സന്ധ്യയായി കഴിഞ്ഞു വീട്ടിലെത്തിയപ്പോൾ. എന്തായാലും നമുക്ക് നല്ലൊരു യാത്രയായിരുന്നു. ഓർമ്മയിൽ നല്ലൊരു യാത്ര നമ്മൾ കണ്ടു, തിരിച്ചു വന്നു എന്ന് പറയാം. എല്ലാവരും ഇതുപോലൊരു യാത്ര പോയി കാണാനും കേൾക്കാനും എല്ലാം ഇടയാവട്ടെ. എല്ലാവർക്കും നല്ല ഒരു അവസരമാണ് ഇങ്ങനെയുള്ള ആ ഒരു തീർത്ഥാടന കേന്ദ്രം കാണാനും ഈ പാമ്പിൻ പാലം കാണാനും എല്ലാത്തിനും സാധിച്ചാൽ നല്ലതായിരിക്കും. പക്ഷേ അത്ര വലിയ ദൂരമാണ്. എങ്കിലും നിർത്തി പോയി കണ്ടിട്ട് എല്ലാവർക്കും വരികയും ചെയ്യാം.